വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമാണ്. അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കൽ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ റൂമിൽ ബെഡ്ഷീറ്റ് മാറ്റാണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. അത് ഞാൻ തിങ്കളാഴ്ച എടുത്ത വീഡിയോസാണ്. ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. തിങ്കളാഴ്ചയാണല്ലോ നമുക്ക് മഴ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മഴയുള്ള ദിവസത്തെ ഒരു വീഡിയോസാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇന്നലെ സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് സൗണ്ട് കൊടുക്കുകയാണ്. മഴയുള്ള ദിവസം മുറ്റത്തുള്ള പണികളൊക്കെ ചെയ്തെടുക്കാനായിട്ട്, നമുക്ക് പുറം പണികളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മടിയാവും. കാരണം മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നനഞ്ഞിങ്ങാണ്ട് പണികൾ എടുക്കാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ അങ്ങനെ മഴയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ മടി പിടിച്ച് നിൽക്കാണ്ട് ആദ്യം വേഗം തന്നെ അകത്തുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കണം. എന്നാൽ പിന്നെ നമുക്ക് മഴ പെയ്യാത്ത ടൈം നോക്കിയിട്ട് വേഗം പുറത്തുള്ള പണികളും ചെയ്തെടുക്കുക. മറ്റേത് നമ്മൾ മഴ മാറിയിട്ട് പുറം പണികൾ കഴിഞ്ഞിട്ട് വേണം അകത്തെ പണികൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തു വെച്ചാൽ നമ്മൾ രണ്ട് പണികളും നേരെ വൈകി പോകും കേട്ടോ. ഒന്നും തീരാത്തൊരവസ്ഥയിലായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അകത്തുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്കിടല്ലോ മഴയില്ലാത്ത നേരം നോക്കിക്കാണ്ട് വേഗം പുറം പണികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കട്ടിലിൻ്റെ അടിയത്തെ കച്ചറയും കൂടെ അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സ് കട്ടിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കച്ചറ പോയാൽ നമ്മൾ എപ്പോഴും ഒന്നും കൂടെ അടിച്ചു വാരി എടുക്കുമല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്ന ടൈമിൽ അപ്പം തന്നെ 6 കച്ചറ അങ്ങോട്ട് കോരി എടുക്കും കേട്ടോ. ഫാൻ ഇട്ടാൽ നേരെ പാറി പോവുക കട്ടിലിൻ്റെ ചോട്ടിലേക്കാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കച്ചറ കൂടും. അപ്പോൾ അത് ആ ഒരു കച്ചറ ഉൾട്ടപ്പോൾ ഒരു റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലാണ്ട് പരന്ന കച്ചറകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല ഇരുട്ടുത്തി നിൽക്കുകയാണ്. അത് കാരണം ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചു വരുന്നതൊക്കെ. നല്ല ഇരുട്ടാണ്. ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നും കാണൂല. പറ്റ ഇരുട്ടുത്തിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴക്കാറ് മൂടിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്തും കൊണ്ട് നിൽക്കൽ ഇന്ന് പഠിച്ചു വരും തുടക്കമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പണികൾ എന്നും വയ്ക്കണ പോലെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്നത്തേക്ക് അത്ര ഭാരം തോന്നിക്കൂല. ഞാൻ അങ്ങനെ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയൂല. ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ്. വയ്യെങ്കിലും വയ്ക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിങ്ങാണ്ട് ആ ചെയ്യുന്ന പണികൾ അങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പറ്റ വയ്യാണ്ടാവുമ്പോൾ ചെയ്യാതിരിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആരെങ്കിലും കൈയിട്ട് ചെയ്തോളും. അങ്ങനെ ഇത് അടിച്ചു വാരലൊക്കെ ഡൈനിങ് ഹാളിലേക്ക് എത്തിക്കണേ. അങ്ങനെ ഉപ്പയമ്മയും കിടക്കുന്ന റൂമിലേക്ക് അടിച്ചു വരാനായിട്ട് പോയതാണ്. ബെഡ്ഷീറ്റ് മാറ്റാനായിക്കൂടെ നോക്കിയാട്ടെ. അപ്പം ബെഡ്ഷീറ്റൊന്നും മാറ്റാനായിട്ടില്ല, അതാകെ വിരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. പിന്നെ മക്കളൊന്നും ഈ ഒരു റൂമിൽ വന്നിട്ട് അങ്ങനെ കുതിര കളിക്കാത്തതുകൊണ്ട് ബെഡ്ഷീറ്റിലൊന്നും അങ്ങനെ കച്ചറ ഉണ്ടാവാറില്ല. ബെഡ്ഷീറ്റിൽ നല്ല നിലത്തും ഒന്നും കച്ചറ ഒന്നും ഉണ്ടാകാറില്ല കേട്ടോ. ഈ ഒരു റൂം അധികം വെളിച്ചമില്ലാണ്ട് ഒരു ഇരുട്ടായി കണ്ടുള്ള റൂമായതുകൊണ്ട് മക്കളൊന്നും ഈ ഒരു റൂമിലേക്ക് അങ്ങനെ വരില്ല. പിന്നെ 2 കട്ടിലായതുകൊണ്ട് അധികം സ്പേസും ഇല്ല കേട്ടോ നിലത്ത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിലത്ത് നല്ല വിശാലമായിട്ട് കളിക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട് ആ ഒരു റൂമിൽ തന്നെയാണ് ഇരിക്കാറ്. അതുകൊണ്ട് ആ ഒരു റൂമിലാണ് എല്ലാ കച്ചറയും ഉണ്ടാവുക. പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പകലധികം കച്ചറകളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ രാത്രിയിൽ പരക്കണ കച്ചറകൾ അപ്പം തന്നെ അങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതുകൊണ്ട് പകലൊന്നും വല്ലാണ്ട് കച്ചറ ഉണ്ടാകാറില്ല. കുട്ടികളൊന്നും വീട്ടിലില്ലെങ്കിൽ ഒരു രസമില്ല കേട്ടോ. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒച്ചപ്പാടാണേനും. അപ്പോൾ പിന്നെ സ്കൂളിൽ പോയി കിട്ടിയെങ്കിൽ തോന്നും. പക്ഷേ ഇല്ലെങ്കിൽ യാതൊരു ഒരനക്കവും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നിക്കും. പിന്നെ അവർ പരത്തുന്നത് നമ്മൾ വൃത്തിയാക്കി വെക്കണം, അത്രേ ഉള്ളൂ. അതും കൂടെ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആകെ ആലോചിച്ചിട്ട് തലക്ക് ഭ്രാന്തായി പോകും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നവരെ തന്നെ നമ്മൾ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തോ ഒറ്റപ്പെട്ട പോലെ ഉണ്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും കുട്ടികളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ എന്തായിരിക്കും ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ. അള്ളാഹു അവർക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ. കുട്ടികളില്ലാത്തവർക്കൊക്കെ ഒരു കുട്ടീനെങ്കിലും കാണിച്ചു കൊടുക്കണേ അല്ലാന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട്സുകൾക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് കുട്ടികളില്ലാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് അവരെ സങ്കടം കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരാറുണ്ട്. അള്ളാഹു തന്ന മക്കൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീർഘായുസ്സോടും ആഫിയത്തോടും കൂടി ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് അത്രയേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളും റാക്കുകളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. ഇങ്ങനെ തുടച്ചിട്ടാൽ തന്നെ നമ്മളെ വീട്ടിൽ പകുതി പണികൾ കഴിഞ്ഞ മാതിരി തോന്നിക്കൂട്ടോ. പിന്നെ നമ്മൾ നിലം തുടച്ചിട്ടില്ലെങ്കിലും അറിയൂല. നിലത്തധികം കച്ചറയൊന്നും ഇല്ലല്ലോ. ഈ ടേബിളും റാക്കുകളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതുപോലെ തോന്നിക്കും. തുടക്കണതിനെക്കാട്ടിലും എനിക്ക് ഭാരം തോന്നിയിട്ടുള്ളത് അടിച്ചു വരാനാണ്.
അടിച്ചു വരുമ്പോഴല്ലേ നമുക്ക് പരന്ന് കിടക്കണതൊക്കെ വൃത്തിയാക്കി വെക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴേ നമ്മളെ പകുതി പണി കഴിയുകയും ചെയ്യും. അങ്ങനെ മുറ്റടിക്കാനായിട്ട് നോക്കുക കേട്ടോ. മുറ്റത്ത് ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്, അവൻ പിന്നെ മുറ്റടിക്കാനായിട്ട് വന്നതാണ്. റംബൂട്ടാൻ്റെ ഇല നല്ലോണം കൊഴിഞ്ഞിക്കണ്. അത് ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് അടിച്ചു വരാണ്ട് അങ്ങനെ വെക്കാനും പറ്റണില്ല. അപ്പോൾ അടിച്ചു വരന്നെ വേണം. അപ്പോൾ മഴ തോർന്ന സമയം നോക്കിയിട്ട് വേണം അത് അടിച്ചു വരാൻ അയച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അങ്ങനെ എന്താ മക്കളെ ഷൂ ഒക്കെ നല്ല കഴുകി വെച്ചതായിരുന്നു. അപ്പോൾ മഴ തുള്ളിയിടുന്നത് കണ്ടപ്പോഴങ്ങനെ എടുത്തിട്ട് കാർ പോർച്ചിൽ സൈഡിൽ കയറ്റി വെച്ചതായിരുന്നു. ഷൂവിൻ്റെ ഉള്ളിൽ ഒരു പാഡ് എടുത്തപ്പോഴാണ് ആകെ കടിക്കണ ഉറുമ്പ് മുട്ടിട്ട് കൂട്ടിക്കണ്. അത് തിന്നലെടുത്തിക്കണ് കേട്ടോ അതിൻ്റെ സ്പോഞ്ചൊക്കെ. ഞാൻ കടിക്കാത്ത ഉറുമ്പാണിച്ചിട്ട് എടുത്താട്ടോ, പക്ഷെ നല്ല കടിക്കണ ഉറുമ്പായിരുന്നു. ഞാൻ ഷൂവിൻ്റെ ഉള്ളിൽ എല്ലാവരും കയറി കൂട്ടിയിട്ടുണ്ടാവിച്ചിട്ട് പേടിച്ചാണ്ട് ഷൂ എടുത്തൊക്കെ നോക്കിയാണ്. അപ്പോഴാണ് ഇപ്പോൾ പാഡിൻ്റെ മേലാണ് ആകെ ഉറുമ്പ് കൂട്ടം കൂടി നിൽക്കുന്നത്. എങ്ങനെയാലും അതൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഞാനത് തിണ്ടിൻ്റെ മുകൾക്ക് വെച്ചിട്ടാണ് പിന്നെ വൃത്തിയാക്കുന്നത്. കാരണം നിലത്തൊക്കെ ആകെ ഉറുമ്പ് പരന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് കാണാതാവും. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് എടുത്ത് വെക്കാച്ചിട്ട് എടുത്തതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ഇന്ന് മഴ ഉള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ ഷൂ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ ഉള്ള ദിവസങ്ങൾ വള്ളിച്ചെരുപ്പാണ് കേട്ടോ ഇടാറുള്ളത്, ഷൂ ഇടാറില്ല. മഴ ഉള്ള ദിവസങ്ങളിൽ ഷൂ ഇടണ്ടാന്ന് ടീച്ചർമാർ തന്നെ പറയും കേട്ടോ. കാരണം സോക്സും ഷൂ കൂടെ നനച്ചിട്ട് കുട്ടികളെ കാലാകം സ്മെല്ല് വരും, പിന്നെ ആകെ ഒരു മുറിയായ പോലെ തോന്നിക്കും. അത് കാരണം ഷൂ ഇട്ട് കൊടുക്കാറില്ല. ഇതെവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കണ വള്ളിച്ചെരുപ്പാണ്. അപ്പോൾ കഴുകിയപ്പോഴെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കഴുകി വെച്ചതായിരുന്നു. എനിക്ക് നേരം വെളുത്താൽ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ചെരുപ്പുകൾ എടുത്ത് വെക്കാൻ തന്നെ ഉണ്ടാവും കേട്ടോ. കുറച്ച് ടൈം അതിന് തന്നെ ഉണ്ടാവും. കാരണം എല്ലാവരും ഇങ്ങനെ ഇട്ട് പോകും, നേരെ വന്നിട്ട് ഊരി വെക്കും. ആരും ഇതിൻ്റെ മുകൾക്കായിട്ട് കയറ്റി വെക്കില്ല. എനിക്ക് നേരം വെളുത്താൽ മുറ്റടിക്കാനൊക്കെ വന്നാൽ ഇത് കുറച്ച് നേരത്തെ ഒരു പണി ഉണ്ടാവും, എല്ലാവരും ഷൂവും ചെരുപ്പൊക്കെ കയറ്റി വെക്കാനായിട്ട് തന്നെ. കുട്ടികൾ തന്നെ കേട്ടോ അധികം ഉണ്ടാവുക, അല്ലാണ്ട് ഇപ്പോൾ അധികം ആരും വീട്ടിലില്ലല്ലോ. കുട്ടികളെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്നത് വേറെയും വീട്ടിലിടുന്നത് വേറെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് വീട്ടിലിടുന്ന ഇട്ടത് അങ്ങനെ കിടക്കുന്നുണ്ടാവും, സ്കൂളിട്ട് വന്നിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിടുന്ന എടുത്ത് വെക്കാനുണ്ടാവും, സ്കൂളില്ലാത്ത ദിവസങ്ങൾ സ്കൂളിലേക്ക് ഇടുന്നതും ഉണ്ടാവും. അങ്ങനെ രണ്ടായിട്ട് അങ്ങനെ എടുത്ത് വെക്കാനുണ്ടാവും. അങ്ങനെ ഇതാ ഞാൻ മുറ്റടിക്കാനായിട്ട് നിന്നതാണ്. പിന്നെ കിണറിൻ്റെ മുകളിലത്തെ ഇലകളൊക്കെ കൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റംബൂട്ടാൻ്റെ താഴത്തുള്ള കൊമ്പൊന്ന് കുലുക്കി കൊടുക്കുകയാണ്. ഇല കൊഴിയണോടത്തോളം കൊഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അടിച്ചു വാരിയൊക്കെ തന്നെ പരന്ന് പോകില്ലല്ലോ. ഇതിൻ്റെ മുകളിലൊക്കെ നല്ലോണം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇലകൾ. അപ്പോൾ താഴത്തുള്ളതൊന്നോട് കുലുക്കിയിട്ട് കൊഴിച്ചടിക്കണേ. അധികം കച്ചറ ഈ ഒരു റംബൂട്ടാൻ്റെ ചോട്ടിൽ മാത്രമാണ് ഉണ്ടാവാറ്. പിന്നെ തെങ്ങിൻ്റെയൊക്കെ ചോട്ടിൽ തെങ്ങിൻ്റെ പൂവുകൾ ഇങ്ങനെ കൊഴിയുമ്പോൾ അതുണ്ടാകും, അല്ലാത്ത കച്ചറകളൊന്നും മുറ്റത്ത് ഉണ്ടാവാറില്ല. ഇത് മെറ്റലിലായതുകൊണ്ട് അടിച്ചു വരാൻ കുറച്ച് പണിയാണ്, നീങ്ങി കിട്ടാൻ. കട്ടട്ടടുത്ത് അടിച്ചു വരാൻ കുറച്ച് മിനുസുള്ള ചൂലും വേണം, മെറ്റലുള്ളടുത്ത് അടിച്ചു വരാൻ കുറ്റിച്ചൂലും വേണം കേട്ടോ. എന്നാലേ ഇല ഇങ്ങോട്ട് കിട്ടുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കണത് കാണാൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്നൊന്ന് കമൻ്റാക്കി എഴുതി അറിയിക്കൊണ്ട്. വീട്ടിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കാൻ അനുവദിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി എടുക്കാറുണ്ട്. എന്നും വൃത്തിയാക്കും, പക്ഷേ എന്നും വൃത്തിയാക്കിയാലും അതുപോലെ കിടക്കണം എന്നില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും കച്ചറൊക്കെ പരന്നിട്ടുണ്ടാവും. വീട്ടിൽ പിന്നെ ഉമ്മ കുറേ ആടിനെയും കോഴിനെയൊക്കെ താറാവിനെയൊക്കെ വളർത്തുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇട്ടാലും അങ്ങനെ വൃത്തിയായിട്ട് കിടക്കണത് കാണാൻ പറ്റണില്ല. ആടിനൊക്കെ ഒഴിവാക്കാനായിട്ട് കുറേ പറഞ്ഞു നോക്കിയിട്ട് അമ്മയോട്, ഉമ്മാക്ക് ആട് ഒഴിവാക്കാനായിട്ട് മനസ്സ് വരണില്ല. അപ്പോൾ കുറേയൊക്കെ വൃത്തിയാക്കും, കുറേയൊക്കെ അങ്ങനെ കണ്ടില്ല വെച്ചിട്ട് അങ്ങനെ ഇടും. പിന്നെ നമുക്ക് സഹി കെടുമ്പോൾ പോയി വൃത്തിയാക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് പോയി വൃത്തിയാക്കും ചെയ്യും. അങ്ങനെ മുറ്റടിക്കൽ കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ വന്നതാണ്. കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, മഴ പോയ സമയം നോക്കിയിട്ട് വേഗം മുറ്റത്ത് ഇറങ്ങിപ്പോയതായിരുന്നു. ഇന്ന് മീൻകാരനൊന്നും വരാത്തതുകൊണ്ട് ഉണക്കച്ചെമ്മീനായിട്ട് കറി വെക്കണത്. അപ്പോൾ ഓർക്കാപ്പുളി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇട്ടിട്ട് കറി വെക്കണ പോലെ ഉണ്ട് ഓർക്കാപ്പുളി ഇട്ടിട്ട് കറി വെച്ചാലോ. അപ്പോൾ ഓർക്കാപ്പുളിയും പച്ചമുളകും തക്കാളിയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മേൽ ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വിറകടുപ്പിലാണെങ്കിൽ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. അങ്ങനെ ഓർക്കാപ്പുളിയൊക്കെ വേവിക്കാണ്ടിട്ട് വെച്ച് കൊടുത്ത ടൈമിൽ ഇതാ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം കൂടെ ഉണ്ട്. കഴുകി ഉണക്കിയതായിരുന്നു കേട്ടോ. ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചെമ്മീനായിരുന്നു. അതിൻ്റെ ബാക്കി ഞാൻ അങ്ങനെ കഴുകിയിട്ട് ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു, വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണുണ്ട്.
അപ്പോഴേക്കും ഇതാ ഓർക്കാപ്പുളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ അരക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതിങ്ങനെ ഉടക്കണം എന്നൊന്നുമില്ല. ഇതിലിപ്പോൾ വേറെ കടിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ചെമ്മീൻ നമ്മൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഉടക്കണം എന്നൊന്നുമില്ല. ഞാനെന്നാലും കൂടുതലായിട്ട് അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ചെമ്മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉരലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട് പൊടിക്കണില്ല, പറ്റേ പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഓർക്കാപ്പുളിയും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണക്കച്ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പച്ചച്ചെമ്മീൻ കറി വെക്കണേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ കറി വെച്ചാൽ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെ ആണിട്ടത്. ഈ ഒരു കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോറ് വയ്ക്കാനും തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ അരക്കുന്നതിൽ ഞാൻ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞളും കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കറിയിലേക്കുള്ള ഉപ്പും കൂടെ ഞാൻ ഈ തേങ്ങയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കറി ഒന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കറി ഒന്ന് തിളച്ച് വന്നാലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഞാനതൊന്ന് വറവിട്ട് കൊടുക്കണം കൂടെ ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി തൂമിച്ചിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കണം കൂടെ ഉണ്ട്. അങ്ങനെ ഇതാ ചെമ്മീനൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് കറി തിളപ്പിച്ചെടുക്കണം. കറിയൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കൂടുതൽ ടൈമൊന്നും തിളപ്പിച്ചെടുക്കണില്ല. കൂടുതൽ ടൈം തിളപ്പിച്ചെടുത്താൽ ചിലപ്പം കറി ലൂസായി പോയ പോലെ തോന്നിക്കൂട്ടോ. അതുകൊണ്ട് കൂടുതൽ ടൈം തിളപ്പിച്ചെടുക്കണില്ല. പിന്നെ ഇതാ വറവിട്ട് കൊടുക്കാനുള്ള ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ മൂപ്പിക്കണുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഈ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിട്ടും ഒഴിച്ച് കൊടുക്കുക. പച്ചമീൻ കിട്ടാത്തതുകൊണ്ട് ഇന്ന് ഉണക്കൽ മീനാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. ഉണക്കൽ മാന്തളും മുള്ളനുമാണ്. അത് കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ കുഴച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. അത് പൊരിക്കാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഉപ്പേരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കൂർക്കയും പപ്പായയും പച്ചക്കായും കൂടെ ഉപ്പേരി വെച്ചതാണ്. അതൊന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. അത് കടുകും കറിവേപ്പിലയും പൊടിച്ചിട്ടാണ് കേട്ടോ വറവിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ചിറകൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ തുടക്കാനായിട്ട് വന്നതാണ്. അപ്പോഴേക്കും വീണ്ടും മഴ വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇരുട്ട് കുത്തിയിട്ട് വന്നിട്ടുണ്ട്. അകത്തൊക്കെ നല്ലോണം ഇരുട്ടാണ്. അപ്പോൾ മഴ ഇങ്ങനെ ചാറിൽ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യണത് നോക്കി നിന്നപ്പോൾ ഇന്ന് നമ്മളെ പണികൾ കഴിയില്ല. എനിക്കിപ്പോൾ തുടക്കാനും കുളിക്കാനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇതാ തുടക്കാനായിട്ട് നിന്നു കേട്ടോ. ഇനിയിപ്പോൾ മഴയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇരിക്കണ ആ ഒരു സുഖം പണികൾ കഴിയുന്നതിന് മുന്നേ ഇരുന്നാൽ കിട്ടൂല. അപ്പോൾ അത് വേഗം പണികളൊക്കെ കഴിക്കാനായിട്ട് വീണ്ടും നിന്നിട്ടുണ്ട്. മക്കളെ സൗണ്ടും ഒച്ചപ്പെടുത്തലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കണുണ്ടാവും. ഇന്ന് വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട് അവരെ സൗണ്ടും ഇതിൽ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കണമെങ്കിൽ ക്ഷമിച്ചേക്കണേ. നമ്മൾക്ക് എങ്ങനെയാലും അവരൊഴിവാക്കിയിട്ടുള്ള ഒരു പണിയും നടക്കൂല കേട്ടോ. അവർ വീട്ടിലുള്ള ടൈമിൽ അവരെങ്ങനെയാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ അവരില്ലാണ്ട് നമ്മൾ ഒരു ഭാഗത്ത് പോയിരിക്കണമെങ്കിൽ അവർ ഒച്ചപ്പെടുത്തുന്ന സൗണ്ട് കുറേശ്ശെങ്കിലും കേൾക്കും. അങ്ങനത്തെ തുടക്കലൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ തുടക്കുന്ന ടൈമിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കുന്നിടത്തോളം ഞാൻ ഫാനിട്ട് കാണ്ട് ഉണക്കിപ്പോരുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വഴുക്കി പോവും. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട്. വെള്ളം നനവ് ഉണ്ടാകുമ്പോൾ നല്ല വഴുക്കലാണ് ഗ്രാനൈറ്റ്. അപ്പോൾ ഞാൻ തുടക്കുന്നിടത്തോളം കഴിഞ്ഞ ഭാഗങ്ങൾ അങ്ങനെ ഫാനിട്ടിട്ട് ഉണക്കിപ്പോരും. ഇനിയിപ്പോൾ ഒരു തുടക്കലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ പണികൾ തീർന്നിട്ടുണ്ട്. ഇന്ന് തീരുമാനമുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് വീഡിയോക്ക് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ അടുക്കള ഞാൻ 2-3 പ്രാവശ്യമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം തുടക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല, ലാസ്റ്റ് തൊട. അപ്പോഴേക്കും ഫോൺ വീണിട്ട് ക്യാമറ ഓഫ് ആയിക്കണം കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ തുടക്കം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക. അങ്ങനത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പ്രയർ റൂമിൽ പോയിട്ടാണ് നിസ്കരിക്കാറില്ല. ഞാൻ എൻ്റെ നിസ്കാരം ഓത്തൊക്കെ ഞാൻ ഇരിക്കെടുക്കുന്ന റൂമിൽ തന്നെ ഉണ്ടാവാറ്. ഓതാൻ മാത്രം ചിലപ്പം ഡൈനിങ് ഹാളിൽ ടേബിളുമ്പോൾ പോയിരിക്കാറുണ്ട്. അധികം ഞാൻ ഈ ഒരു റൂമിൽ ഇരുന്നിട്ട് തന്നെയാണ് ഓതാറും. എനിക്ക് ഈ ഒരു റൂമിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോഴും ഓതുമ്പോഴാണ് കേട്ടോ മനസ്സിനൊരു സുഖം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത്.
വീഡിയോക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വീഡിയോക്ക് വ്യൂസും കയറുള്ളൂ. അപ്പോൾ വ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടണം എന്നുള്ളൊരു തോന്നലും ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ടാക്കുക.